മോനെ തമാശ. നീ അല്ലാതെ ആരെങ്കിലും ഇവനെയൊക്കെ വീട്ടിൽ പിടിച്ചിരുത്തി സംസാരിക്കൂ? അമ്മേ ചോദിക്കമ്മേ. വേണുട്ടാ, ഞാനേ ഒരു കാര്യം വേണുട്ടിനോട് ചോദിക്കണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. അന്ന് നിങ്ങളുടെ വീട്ടില് പൂജയ്ക്ക് വന്ന ആ സ്ത്രീ ആരായിരുന്നു? ഏത് സ്ത്രീ? അതെ, അന്ന് പൂജ നടന്നപ്പോ ഗസ്റ്റ് ആയിട്ടൊരു സ്ത്രീ വന്നിരുന്നില്ലേ? നല്ല കണ്ടു പരിചയമുള്ളൊരു മുഖമായിരുന്നു. ഞാൻ എവിടെയാ അവരെ കണ്ടേന്നുള്ള ഓർമ്മ എനിക്ക് കിട്ടുന്നില്ല. അന്ന് ചേച്ചി പൂജയ്ക്ക് പോയിരുന്നോ? ഞാൻ പോയിരുന്നു പ്രതാപ. നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഞാൻ അവിടം വരെ അറിഞ്ഞു കേട്ടൊന്ന് പോയതാ. നിന്റെ അഭാവത്തിൽ ഞാൻ വേണമല്ലോ രാജുവിന്റെ വീട്ടിൽ എന്തെങ്കിലും നടക്കുമ്പോ പോകാൻ. അതെന്തായാലും നന്നായി. അല്ല, അതാരായിരുന്നു വേണോട്ടാ? അത് മീര മാഡം. മീരയോ? ആ, വേണുട്ടിന്റെ ഫാമിലി ഫ്രണ്ട് ആയിരിക്കും അല്ലേ? ഫാമിലി ഫ്രണ്ട് ഒന്നുമല്ല. ഞാൻ മുമ്പ് ഇവിടെ വർമ്മ സാറിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്നതിന് മുമ്പ് കുറച്ചു കാലം അവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്നു. ഓ, അവരെല്ലാവരും വിദേശത്താ. ഹസ്ബൻഡും മകളും എല്ലാം വിദേശത്താ. മീര മാഡം അവരുടെ സ്ഥലവും വീടുമായി ബന്ധപ്പെട്ട കച്ചവടത്തിന് എന്തോ വന്നതാ. ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ വരാറുണ്ട്. അത് വർമ്മ സാറേ, മീര മാഡത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഋതിക മാഡം ആയിരുന്നു. അങ്ങനെ ഇവര് തമ്മിൽ ഒരു പരിചയമുണ്ട്. ആണോ? അതെ അച്ഛാ. ശരി. അല്ല ഋതികേ, നിന്റെ കയ്യില് ഈ മീര മാഡത്തിന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിലേ അതൊന്ന് പ്രതാപനെ കാണിക്കേ. പണ്ടീ നാട്ടിലുണ്ടായിരുന്നതാണെന്ന് പറയുമ്പോ പ്രതാപൻ അറിയാതിരിക്കില്ലല്ലോ. ഇല്ല അമ്മായി, എന്റെ കയ്യില് അങ്ങനെ ഫോട്ടോ ഒന്നുമില്ല.